ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകൾ നിലനിർത്തി തലയെടുപ്പോടെ രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയം. രാമനവമിയുടെ പുണ്യമുഹൂർത്തത്തിൽ പ്രധാന സേവകൻ പാമ്പൻ റെയിൽവേ കടൽപ്പാലം രാജ്യത്തിന് സമർപ്പിക്കുന്നു. രാജ്യത്തിന്റെ മുഖമുദ്രയാകാൻ ഒരുങ്ങുന്ന പാമ്പൻ പാലത്തിന്റെ സവിശേഷതകൾ അറിയാം. രാജ്യത്തിന്റെ പുരോഗതിയും പൈതൃകവും ഒരേ സമയം അനുഭവിച്ചറിയണമെങ്കിൽ രാമേശ്വരത്തേക്ക് പുറപ്പെടാം. സമുദ്രനീലിമയുടെ മനോഹാരിതയിൽ 2.08 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പാമ്പൻ റെയിൽപാലം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഇന്ത്യൻ ഭൂപ്രദേശത്തിനും ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ രാമേശ്വരം ദ്വീപിനും ഇടയിലുള്ള പ്രധാന കണ്ണിയെന്ന് വിശേഷിപ്പിക്കാം. മണ്ഡപം ഭൂപ്രദേശത്തെ രാമേശ്വരം ദ്വീപിലെ പാമ്പൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ ഉത്തമ ഉദാഹരണം. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആധുനിക രൂപകൽപ്പനയും മെച്ചപ്പെട്ട കാര്യക്ഷമതയും പാലത്തെ സവിശേഷമാക്കുന്നു. കപ്പൽ ഗതാഗതം സുഗമമാക്കാനായി പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ അധിഷ്ഠിതമായ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനാണ് പ്രധാന സവിശേഷത. 17 മീറ്ററോളം ഉയർത്താൻ കഴിയുന്നതിനാൽ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാൻ സാധിക്കും. 18.3 മീറ്റർ വീതമുള്ള 100 സ്പാനുകളോടെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2 റെയിൽവേ ട്രാക്കുകളുള്ള പാലത്തിന് കരുത്ത് പകരുന്നത് 333 പൈലുകളും 101 പൈൽ ക്യാപ്പുകളുമാണ്. കരുത്തേറെയുള്ളത് കൊണ്ട് തന്നെ ഹെവി ചരക്ക് ട്രെയിനുകൾക്കും വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്കും സുഗമമായി ഇതിലൂടെ കടന്നു പോകാമെന്ന് ചുരുക്കം. മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും. പഴയ പാമ്പൻ പാലത്തിലൂടെ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ മാത്രമായിരുന്നു സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നത്. 2.08 കിലോമീറ്റർ നീളവും പഴയ പാമ്പൻ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരം കൂടുതലുമാണ് പുതിയ പാമ്പൻ പാലത്തിന്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാലത്തിന് ബലം നൽകുന്നു. ഉയർന്ന ഗ്രേഡ് സംരക്ഷണ പെയിന്റ് ഉപയോഗിച്ച് പൂർണ്ണമായും വെൽഡ് ചെയ്തിരിക്കുന്നതിനാൽ ഏറെക്കാലം ഈടുനിൽക്കും. നിലവിൽ വൈദ്യുതീകരിച്ച ഒരു റെയിൽവേ ട്രാക്കാണുള്ളത്. എന്നാൽ ഭാവിയിലേക്ക് മറ്റൊരു ലൈൻ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. വെറും 58 വർഷത്തെ ആയുസ് പ്രവചിച്ച പാലം ഒരു നൂറ്റാണ്ടോളമായി തല ഉയർത്തി നിന്നു. 1914 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാമ്പൻ റെയിൽപാലം കാലപ്പഴക്കത്തെ തുടർന്നാണ് 2022 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്തത്. 2019 പുതിയ പാമ്പൻ റെയിൽപാലം പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. 2019 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. തുടർന്ന് 2020 നിർമ്മാണം ആരംഭിച്ചു. 532 കോടി രൂപ മുതൽ മുടക്കിൽ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് ലിമിറ്റഡാണ് പുത്തൻ പാമ്പൻ പാലത്തിന്റെ ശില്പികൾ. റെയിൽ പാലം ഗതാഗതത്തിനു പുറമെ ടൂറിസം മേഖലയ്ക്കും പുത്തൻ ഉണർവേകും. നിരവധി പേരാണ് രാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ഇവർക്ക് ഈ പാലം എന്തുകൊണ്ടും ഗുണം ചെയ്യും. രാമേശ്വരം തിരുപ്പതി പ്രതിവാര എക്സ്പ്രസും രാമേശ്വരം കന്യാകുമാരി ത്രൈവാര എക്സ്പ്രസും സർവീസ് നടത്തുന്നതോടെ യാത്രക്കാർക്ക് ആശ്വാസമാകും.